Now we are going to study another operator called this operator. This, This. In Java, this is an operator. It is not a pointer. Java this എന്ന് പറഞ്ഞാൽ it is an operator ആണ്. That operator is used to refer a current invoking object. കറണ്ട് ആയിട്ട് ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവയിൽ ദിസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, യൂഷ്വലി വി യൂസ് ഡിഫറെൻറ്റ് നെയിംസ് ഫോർ മെത്തേഡ് പാരാമീറ്റേഴ്സ് ഓർ കൺസ്ട്രക്ടർ പാരാമീറ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. അല്ലെങ്കിൽ ഒരു മെത്തേഡിൻ്റെ അകത്തെയോ ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്തോ ഉള്ള പാരാമീറ്റേഴ്സ്, അതിൻ്റെ ലോക്കൽ വേരിയബിൾസിൻ്റെ പേരുകളും ഇൻസ്റ്റൻസ് വേരിയബിൾസ്, ഒരു ക്ലാസിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസും സാധാരണ രണ്ട് പേരുകളിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരേ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എറർ സംഭവിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജാവ വി ക്യാൻ ഹാവ് കോമൺ നെയിംസ് ഫോർ ബോത്ത് ലോക്കൽ വേരിയബിൾസ് ആൻഡ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. പക്ഷെ ജാവയിൽ നമുക്ക് ഈ ഒരേ പേരുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏതിനൊക്കെ? നമ്മുടെ പാരാമീറ്റേഴ്സായ ലോക്കൽ വേരിയബിൾസിനും ക്ലാസിൻ്റെ പ്രധാനപ്പെട്ട വേരിയബിൾസായ ഇൻസ്റ്റൻസ് വേരിയബിൾസിനും നമുക്ക് ഒരേ പേരുകൾ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ബോക്സിൻ്റെ ക്ലാസിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഞാനിവിടെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടു, നമ്മളവിടെ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് എന്ന് പറയുന്ന 3 ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആയിരുന്നു ആ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിരുന്നത്. അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ബോക്സിൻ്റെ കൺസ്ട്രക്ടറിൽ നമ്മൾ 3 വേരിയബിൾസ് അവിടെ കൊടുത്തിരുന്നു. അവിടെ WHD എന്നായിരുന്നു കൊടുത്തത്. പക്ഷെ ഇവിടെ ഞാൻ സെയിം നെയിം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇൻ ദിസ് എക്സാമ്പിൾ വി ക്യാൻ ഹാവ് ദ സെയിം നെയിം വിഡ്ത്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആസ് ദാറ്റ് ഓഫ് its instance variables width, height and depth. പാരാമീറ്റേഴ്സിനും ഇൻസ്റ്റൻസ് വേരിയബിൾസിനും ഒരേ പേര് നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? When we use common names for both local variables and instance variables, the local variables will hide the importance of instance variables. ഒരേ പേര് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നത് ലോക്കൽ വേരിയബിൾസ് ആ പ്രധാനപ്പെട്ട ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ പ്രാധാന്യം ഹൈഡ് ചെയ്ത് കളയുന്നു, കുറച്ച് കളയുന്നു, മറച്ചു വയ്ക്കുന്നു. ബിക്കോസ് ലോക്കൽ വേരിയബിൾസ് ഹാസ് മോർ ഇമ്പോർട്ടൻസ് ഇൻ എ മെത്തേഡ് ഓർ എ കൺസ്ട്രക്ടർ. ഒരു കൺസ്ട്രക്ടറിലോ ഒരു മെത്തേഡിനെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് അതിൻ്റെ ലോക്കൽ വേരിയബിൾസിനാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിലും വലിയ ഇൻസ്റ്റൻസ് വേരിയബിൾസിന്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസേ നമ്മൾ വെളിയിൽ എത്ര വലിയ ആൾക്കാണ് നമ്മൾ കൊടുക്കാറുള്ളൂ. മുഖ്യമന്ത്രി ആണെങ്കിലും കൊള്ളാം, പ്രധാനമന്ത്രി ആണെങ്കിലും കൊള്ളാം, അവർക്ക് വലിയ ആൾക്കാരാണെങ്കിലും ലോക്കലായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആർക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു മെത്തേഡിൻ്റെ അകത്തും അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർക്കകത്തും അതിൻ്റെ ലോക്കൽ വേരിയബിൾസിനാണ് അതാത് കൺസ്ട്രക്ടറും മെത്തേഡ്സും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ലോക്കൽ വേരിയബിൾസ് കണ്ടു കഴിഞ്ഞാൽ ദേ കൺസിഡർ ആസ് ദെയർ ലോക്കൽ വേരിയബിൾസ്. ഇവിടെ സാധാരണ രീതിയിൽ വിഡ്ത്ത് ഇസിക്കൽ ടു വിഡ്ത്ത്, ഹൈറ്റ് ഇസിക്കൽ ടു ഹൈറ്റ്, ഡെപ്ത് ഇസിക്കൽ ടു ഡെപ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് കൺസ്ട്രക്ടർ വിൽ കൺസിഡർ ദിസ് വിഡ്ത്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആർ ഇറ്റ്സ് ലോക്കൽ വേരിയബിൾസ്. അതിൻ്റെ ലോക്കൽ വേരിയബിൾസ് ആയിട്ട് മാത്രമേ അത് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം അവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഏതാണെന്നുള്ളത് അതിനറിയാൻ പറ്റാതെ ആ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ ഹൈഡ് ചെയ്ത് കളയും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ബട്ട് വി ക്യാൻ ഓവർകം ദിസ് പ്രോബ്ലം യൂസിങ് അനദർ കീവേഡ് കോൾഡ് ദിസ്. ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് ദിസ് കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ഓവർകം ചെയ്യാം. When we use this keyword with a variable, that variable will considered as instance variable. This keyword ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചാൽ that variable will consider as instance variable. This dot width, that means
this width is an instance variable. അപ്പോൾ ഈ width എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. കാരണം ഈ വേരിയബിളിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേ സമയത്ത് this ഉപയോഗിക്കാത്ത this variable will considered as the local variable. So this is a keyword used to refer a current invoking object. This keyword ഉപയോഗിക്കുമ്പോൾ ഈ വേരിയബിൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഓബ്ജക്റ്റ് വേരിയബിൾ ആയി മാറാൻ കാരണം this keywordന്റെ ഉപയോഗം this keyword will always refer the current invoking object. നിലവിലെ ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഓബ്ജക്റ്റിനെ റെഫർ ചെയ്യാനാണ് ദിസ് ഉപയോഗിക്കുന്നത്. അപ്പം ദിസ് ഡോട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഓബ്ജക്റ്റിന്റെ വിഡ്ത്ത്. ദിസ് ഡോട്ട് ഹൈറ്റ് നിലവിൽ ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഓബ്ജക്റ്റിന്റെ ഹൈറ്റ്. ദിസ് ഡോട്ട് ഡെപ്ത് നിലവിൽ ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഏത് ഓബ്ജക്റ്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഓബ്ജക്റ്റിന്റെ ഡെപ്ത്. അപ്പോൾ ഈ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ ഈ ലോക്കൽ വേരിയബിൾസ് ഈ പാരാമീറ്റേഴ്സിലേക്ക് വരുന്ന വാല്യൂവിനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഓബ്ജക്റ്റിന്റെ വിഡ്ത്തിലേക്കും ഹൈറ്റിലേക്കും ഡെപ്തിലേക്കും അവിടെ അസൈൻ ചെയ്യപ്പെടുന്നു. സോ വി ക്യാൻ ഹാവ് കോമൺ നെയിംസ് ഫോർ ബോത്ത് പാരാമീറ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് യൂസിങ് ദിസ് കീവേഡ്. അപ്പം ദിസ് കീവേഡിന്റെ പ്രത്യേകത എന്താണ്? ദിസ് കീവേഡ് ഈസ് യൂസ്ഡ് ടു റെഫർ എ കറന്റ് ഇൻവോക്കിംഗ് ഓബ്ജക്റ്റ്. Generally we use this keyword when we use common names for both parameters and instance variables in a method or constructor.